നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്നത്തെ നമ്മുടെ വിഭവം ചിക്കൻ ബ്രെഡ് റോളാണ്. നോമ്പ് തുറക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണിത്. ആദ്യം നമുക്ക് ബ്രെഡ് റോളിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിന് ഞാനിവിടെ എല്ലില്ലാത്ത ഒരു 3-4 ചിക്കൻ പീസസ്, കുറച്ച് വെള്ളവും കുരുമുളക് പൊടി ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയപ്പോൾ കൈകൊണ്ടൊന്ന് കിള്ളിയെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1/4 കപ്പോളം വരും. ഇനി ഒരു ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളൊരു 10-12 ബ്രെഡ് റോളിനുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. ഇത്രയും ബ്രെഡ് റോൾ വേണ്ട ഒരു 5-6 മതി എന്നുണ്ടെങ്കിൽ ഇതെല്ലാം പകുതി അളവിലെടുത്താൽ മതിയാവും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 മിനിറ്റ് പോലും വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് നമുക്ക് ഷ്രെഡഡ് ചിക്കൻ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഫ്രൈ ചെയ്യാത്ത ചിക്കൻ ആയതാണ് ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ മസാലക്ക് നല്ല സ്വാദായിരിക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മസാലക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉപ്പൊക്കെ എല്ലായിടത്തും നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനാവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലും അല്പം കുറവ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇട്ടെടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് അധികം വേണ്ടാത്തവർക്ക് മുളക് പൊടിയുടെ അളവ് കുറക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് വേണ്ടാത്തവർക്ക് ഇതിൻ്റെ അളവും കുറക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയുള്ള നല്ല ടേസ്റ്റി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിങ് ബ്രെഡിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു 1/4 കപ്പോളം പച്ചവെള്ളം ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റോൾ ചെയ്യേണ്ട ബ്രെഡിൻ്റെ എഡ്ജെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ആ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ബ്രെഡിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 അറ്റവും ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് 2 വശവും കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കയ്യിലിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക, ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം എങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് ബ്രെഡ് വെള്ളത്തിൽ മുക്കിയാൽ മതി. അധികം നേരം ഒന്നും വെള്ളത്തിൽ വെച്ചിട്ടിരിക്കരുത്. അതുമല്ല, ഇതുപോലെ വെള്ളം കളയുമ്പോൾ ബ്രെഡ് പൊടിഞ്ഞു പോവാതെ അല്ലെങ്കിൽ കട്ടായി പോവാതെ ശ്രദ്ധിക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇത് നമുക്ക് മുട്ടയിലോ ബ്രെഡ് ക്രംസിലോ ഒന്നും മുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് മുങ്ങിപ്പൊരിക്കാൻ മാത്രമുള്ള ഓയിൽ എടുത്തിട്ടില്ല. നമുക്ക് ഓരോ സൈഡ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ സൈഡും അത്യാവശ്യം നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റിയായ ബ്രെഡ് റോള്, ചിക്കൻ ബ്രെഡ് റോളാണിത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.